पहले कांग्रेस और अब एलडीएफ की सरकारों ने केरला को अपनी लूट और भ्रष्टाचार के अड्डे के तौर पर इस्तेमाल किया। एक ऐसी सरकार है जिस पर खुद गोल्ड स्मगलिंग में संलिप्त होने, स्मगलर्स को संरक्षण देने के आरोप लगते हैं। गोल्ड स्मगलिंग स्कैम में अपराधियों को बचाने के लिए पूरी सरकार लगी हुई है। പ്രിയപ്പെട്ടവരെ, ആദ്യം കോൺഗ്രസ്, ഇപ്പോൾ ഇടതുമുന്നണി രണ്ട് സർക്കാരുകളും മാറി മാറി കേരളത്തെ കൊള്ളയടിക്കാനും അഴിമതി നടത്താനുള്ള താവളമായി അവരുടെ കേന്ദ്രമായി മാറ്റിയിരിക്കുകയാണ്. ഇന്ന് കേരളം ഭരിക്കുന്ന സർക്കാർ ദിവസവും സ്വർണ്ണക്കടത്ത് നടത്തുന്നവരെ സംരക്ഷിക്കുന്നു എന്ന ആരോപണം നേരിടുന്ന സർക്കാരാണ്. സ്വർണ്ണക്കടത്തുകാരെ, അതിൽ കുറ്റം ചെയ്തവരെ സംരക്ഷിക്കാൻ മുഴുവൻ സർക്കാർ സംവിധാനങ്ങളും ഇവിടെ ദുരുപയോഗപ്പെടുത്തുകയാണ്. साथियों, केरला में गरीबों, मजदूरों, महिलाओं, गल्फ से लौटे लोगों के पैसे की खुलेआम लूट हो रही है। केरला में 300 से ज्यादा, मैं बहुत गंभीरता से बात बता रहा हूं, 300 से ज्यादा कोऑपरेटिव बैंक है और इनके पास केरला के गरीबों के, केरल के मध्यम वर्ग के लोगों के करीब करीब 1 लाख करोड़ रुपए जमा है। इन 300 बैंक में 1 लाख करोड़ रुपया आप लोगों का जमा है। सीपीएम के करप्शन की वजह से ये पैसा खतरे में पड़ा हुआ है। कितने ही कोऑपरेटिव बैंकों में सीपीएम के सदस्यों द्वारा गरीबों का पैसा लूट लिया गया है। പ്രിയപ്പെട്ടവരെ, ഇന്ന് കേരളത്തിലെ സാധാരണക്കാരുടെ, ദരിദ്രരായിട്ടുള്ളവരുടെ, സ്ത്രീകളുടെ ഒക്കെ പണം മോഷ്ടിക്കപ്പെടുകയാണ്. കേരളത്തിൽ ഏകദേശം 300ഓളം സഹകരണ ബാങ്കുകളിൽ കൂടി 1 ലക്ഷം കോടി രൂപയുടെ കൊള്ളയാണ് ഈ ബാങ്കുകൾ ഭരിക്കുന്ന സിപിഎം നടത്തിയിട്ടുള്ളത്. വനിതകളുടെ, കർഷകരുടെ, ദരിദ്രരുടെയൊക്കെ, നമ്മെ പോലെയുള്ള സാധാരണക്കാരുടെ 1 ലക്ഷം കോടി രൂപയാണ് സിപിഎം ഭരിക്കുന്ന ബാങ്കുകൾ കൊള്ളയടിക്കുന്നത്. സിപിഎം എത്രയൊക്കെ ബാങ്കുകൾ ഭരിക്കുന്നുണ്ടോ അവിടെയെല്ലാം കൊള്ള നടക്കുന്നു എന്നതാണ് അവസ്ഥ. इस करप्शन में सीपीएम के नेताओं को जो रिश्वत मिली है वो भी सैकड़ों करोड़ रुपए में है। जैसे अकेले त्रिशूर में ही 80 से ज्यादा अघोषित खातों में 25 करोड़ रुपए की रिश्वत जमा है। अकेले त्रिशूर के सीपीएम जिला सचिव के नाम पर 100 से ज्यादा प्रॉपर्टी खरीदी गई है। जब एक स्थान का ये हाल है तो हम बाकी केरला का अंदाज लगा सकते हैं। कोचिन मिनरल्स एंड रूटाइल लिमिटेड से जुड़े एक और घोटाले में आरोपियों ने सीधे मुख्यमंत्री और उनकी बेटी तक को रिश्वत दिए जाने की बात स्वीकार की है। इस केस की जांच ना हो, इसके लिए केरला सरकार पूरी ताकत लगा रही है। പ്രിയപ്പെട്ടവരെ, സിപിഎമ്മിന്റെ ഭരണത്തിലിരിക്കുന്ന ബാങ്കുകൾ നൂറുകണക്കിന് കോടി രൂപയാണ് അഴിമതിയിലൂടെ നടത്തുന്നത്. തൃശൂരിൽ മാത്രം 80ലധികം ബാങ്കുകളിലാണ് അഴിമതി നടത്തിയിട്ടുള്ളത്. തൃശൂരിലെ സിപിഎമ്മിന്റെ ജില്ലാ സെക്രട്ടറിയുടെ പേരിൽ മാത്രം 100 കോടിയിലധികം രൂപയുടെ സ്വത്ത് അഴിമതിയിൽ കൂടി സമ്പാദിക്കപ്പെട്ടു എന്നാണ്
ആരോപണം ഉയർന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെയാണ് പുതിയതായി ഉയർന്നു വന്ന മറ്റൊരു അഴിമതി ആരോപണം, KMRL അതുമായി ബന്ധപ്പെട്ട അഴിമതി. ഇതിൽ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ മകളുമാണ് ആരോപണ വിധേയരെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ കേസ് നരേന്ദ്രമോദി സർക്കാർ ഇടപെട്ടിട്ടില്ലായിരുന്നു എങ്കിൽ പുറം ലോകം അറിയാതെ പോകുമായിരുന്നു.